വിശേഷപ്പെട്ട ഒരു അതിഥി നമുക്കിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് അതിഥികളുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കിനി വേദിയിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു അതിഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഋഷിരാജ് സിംഗ് മലയാളിയുടെ ഹൃത്തടത്തിൽ ഒരു പോലീസ് മേധാവിക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെങ്കിൽ അത് മറ്റാർക്കുമല്ല, സിംഗം എന്ന് സ്നേഹാദരവോടെ നാം ഏവരും വിളിക്കുന്ന ഋഷിരാജ് സിംഗ് എന്ന നിർഭയനായ പോലീസ് ഓഫീസർക്ക് മാത്രമുള്ളതാണത്. സിനിമാ സൂപ്പർ സ്റ്റാറുകളെ പോലെ ഫാൻസ് അസോസിയേഷനുള്ള ലോകത്തിലെ തന്നെ ആദ്യ പോലീസ് ഓഫീസർ. 36 വർഷം പോലീസ് സേനയിൽ നിസ്തുല സേവനം നടത്തിയ ജനകീയനായ ജനസേവകൻ. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ യുവതലമുറയെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് എന്ന മാരക അർബുദത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത പടനായകൻ. ഇന്ത്യൻ പോലീസ് സർവീസ് പരിശീലനം പൂർത്തിയാക്കി 24-ാം വയസ്സിൽ കേരളത്തിലെ പുനലൂരിൽ ASP ആയി ചുമതലയേറ്റ ശേഷം നീണ്ട 36 വർഷങ്ങൾ കേരളത്തിനു വേണ്ടി, മലയാളികൾക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ, കരുതലോടെ നമുക്ക് രക്ഷാവലയം തീർത്ത കരുത്തനായ പ്രതിരോധ നായകൻ. വിരമിച്ച ശേഷം ജന്മനാടായ രാജസ്ഥാനിലേക്ക് മടങ്ങാതെ തന്നെ അന്നമൂട്ടിയ പോറ്റനാടിനോട് കൂറ് പ്രഖ്യാപിച്ച് മലയാളികൾ ഒരുവനായി നമ്മോടൊപ്പം കഴിയുന്ന ഋഷിതുല്യനും രാജാവിന്റെ ഗമയും ഗരിമയുമുള്ള, ഒപ്പം അനീതിക്കെതിരെ ഗർജിക്കുന്ന സിംഹവുമായി പേരിനെ അന്വർത്ഥമാക്കിയ പുരുഷ പ്രതീകത്തിന് നൽകാം ബിഗ് സല്യൂട്ട്. കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് വെറുതെ പറയുന്നതല്ല, ആരെയും ഭാവഗായകനാക്കുന്ന മലയാള ഗാനങ്ങൾ അദ്ദേഹം പൊതുവേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയുടെ ഭാഗമായി സംവിധായകന്റെ മേലങ്കി അണിയാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രതിഭ. മാസ്റ്റർ വിഷൻ അവതരിപ്പിക്കുന്ന ഇൻഡോ അറബ് ഗാല നൈറ്റിലേക്ക് ശ്രീ ഋഷിരാജ് സിംഗ് IPSനെ സമാദരം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടികളോട് കൂടി തന്നെ ഹൃദയ പുരസ്സരം ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് IPS DGP കേരള. മലയാളികളുടെ ഹൃദയം കീഴടക്കി. ഒരുപക്ഷെ നമുക്കൊക്കെ ഒരുപാട് ആരാധനയുള്ള, നേരിട്ട് കാണാനൊന്ന് കൊതിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കൃത്യനിർവഹണത്തിന്റെ ഏറ്റവും വലിയൊരു കാവലാളായി മാറിയ, ഭാരതത്തിന് തന്നെ അഭിമാനമായി മാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ദുബായിയുടെ സ്നേഹം മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും ധന്യമായ ഒരു ചടങ്ങിലേക്ക് ഞാൻ അദ്ദേഹത്തെ അഭിമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് കാലങ്ങളായി നമ്മുടെ കാത്തിരിപ്പാണ് നമ്മുടെ സ്വന്തം ഋഷിരാജ് സിംഗ് IPS സാറിന്റെ പ്രസൻസ് നമുക്കിന്ന് ഇവിടെ കാണാം. ഇന്ന് ഈ ചടങ്ങിലേക്ക് എനിക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാനുള്ളത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായ, ഒരുപക്ഷെ ഞങ്ങളുടെ യാത്രയിൽ എന്നും മാസ്റ്റർ വിഷനോടൊപ്പം സഞ്ചരിക്കുന്ന മഹനീയമായ വ്യക്തിത്വം ശ്രീ R ഹരികുമാർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് LI ഗ്രൂപ്പ് ആൻഡ് അദ്ദേഹം ഒരു മികച്ച ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ ഞാൻ ഹരിയേട്ടന്റെ സാന്നിധ്യത്തെ കൂടി വേദിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഋഷിരാജ് സിംഗ് സാറിന് വേണ്ടി പൊന്നാട അണിയിച്ചുകൊണ്ട് സ്നേഹാദരം സമർപ്പിക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കാനായി റഫീഖ് സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. മലയാളികൾ നൽകുന്ന ആദരം, യുവയുടെ ആദരമാണ് ഇവിടെ വെച്ച് സ്വീകരിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നമുക്കേറെ പ്രിയങ്കരനായ ഋഷിരാജ് സിംഗ് IPS അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം, അദ്ദേഹത്തിനൊരു പുരസ്കാരം നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അത് സമർപ്പിക്കുകയാണ്. ഹരിസാറിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ സ്നേഹാദരം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായി സമർപ്പിക്കുന്നതിന് വേണ്ടി. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് സാർ ഈ ഒരു നിമിഷത്തിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ഓട്ട് യു സർ. വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, ജനറൽ മിസ്റ്റർ മഹേഷ് സേനാനായക്, ഫോർമർ കമാൻഡർ ശ്രീലങ്കൻ ആർമി, സ്വാമിജി ശ്രീ ആത്മാനന്ദജി, പ്രസിഡന്റ് HRDS വിദ്യ, ശ്രീ R ഹരികുമാർ, MD LI ഗ്രൂപ്പ് ഓഫ് ഫിലിംസ് പ്രൊഡ്യൂസേഴ്സ്, ഇവിടെ ശ്രീ श्री मिस्टर जमाल सलीम हुसैन, श्री मनोज के जैन, प्रशस्तनाय सिनेमा एक्टर श्री रमेश पिशारडी, श्री IM विजयन,
Dr. Arun Kumar, Dr. M. A. Lal, Dr. Marigandan Belot, Shri S.P. Singh Oberoi, Shri Firoz Abdullah, Shrimati Sheila Paul, Shri Ashraf Tamrasheri, and Miss Asma Mashuk Ali. ബാക്കി UAE-യിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട മലയാളികളെ, നാട്ടുകാർ, ഇവിടെ ശ്രീ മുഹമ്മദ് റഫീഖ് MD, മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണൽ, അദ്ദേഹം കുറേ സമയമായിട്ട് എന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് വേണ്ടി ക്ഷണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2 മാസം മുമ്പ് ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ച് എൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം അവിടെ നടത്തുന്നത്. ഞാൻ ഔപചാരികമായിട്ട് ഇന്ന് ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമും പിന്നെ ഇൻഡോ അറബ് നൈറ്റിൻ്റെ ഈ പ്രോഗ്രാം നമ്മുടെ മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടത്താൻ പോകുന്നു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ ഏകദേശം 1 കോടി ജനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുക. അതിനകത്ത് ഏകദേശം അതിന് കണക്ക് ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് വയ്ക്കാറില്ല. അതിനെ സംബന്ധിച്ച് ഒരു വലിയ ആർട്ടിക്കലും ഞാൻ കേരള കൗമുദിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 60ഓളം മലയാളികൾ മാത്രമാണ് ഈ 7 ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. അവർ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പണ്ട് 1986 കേരളത്തിൽ വരുമ്പോൾ അന്ന് ഒരു ചുള്ളുണ്ടായിരുന്നു. ഞാൻ ASP ആട്ടിങ്ങലായിട്ടാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. അന്ന് ആട്ടിങ്ങൽ ഒരു മിനി ഗൾഫ് ആയിട്ട് നമ്മൾ മാറിക്കുകയായിരുന്നു. അന്ന് ആളുകൾ പറയുകയായിരുന്നു, ഒരു കുടുംബത്തിൽ 3 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി ഇന്ത്യൻ പട്ടാളത്തിലേക്ക് പോവും, ഒരു ആൺകുട്ടി വീട്ടിലെ കാര്യങ്ങളും ഈ കൃഷി കാര്യങ്ങൾ ചെയ്യും, 3ാമത്തെ കുട്ടി തീർച്ചയായിട്ടും ഗൾഫിലേക്ക് പോവും. അതായിരുന്നു അന്നത്തെ കാര്യം. അന്നത്തെ കാര്യത്തിലും ഇന്നത്തെ കാര്യത്തിലും നമ്മൾ വലിയ വ്യത്യാസമില്ല. എനിക്ക് ഇവിടെ വിളിച്ച് നമ്മൾ ഇത്തിരി വലിയ സമ്മാനം തന്നു. എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഈ നമ്മുടെ മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണലിൻ്റെ എല്ലാ വിജയങ്ങൾ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തെ പോലെ ഇത്രയും അധികം ഉൾക്കാഴ്ചയുള്ള, നമ്മുടെ നാടിന് വേണ്ടി ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് പൊരുതുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനോടൊപ്പം നമുക്ക് ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് എ ലോട്ട്. സാറിൻ്റെ ഉള്ളിൽ ഒരു മികച്ച കലാകാരനുണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു പെർഫോമൻസോ മറ്റോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. പോരെ സാർ, ഇപ്പോൾ വന്നല്ലോ, ചെറിയ സമയം നമുക്ക് കൊടുക്കാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു സർ. താങ്ക് യു.